അല്പസമയത്തിനുള്ളിൽ തന്നെ മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകളും തുറക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇപ്പോൾ മുകളിൽ ഈ ഡാമിന് മുകളിലായി ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്. അവർ അവസാനഘട്ട പരിശോധനകൾ നടത്തുന്നുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം തന്നെ ഈ ഡാമിന്റെ 4 ഷട്ടറുകളും തുറക്കും. 5 സെന്റിമീറ്റർ വീതമാണ് തുറക്കുക. പ്രധാനമായും കൽപ്പാത്തിപ്പുഴ, ഭാരതപ്പുഴ ഈ 2 പുഴകളിലാണ് വെള്ളം ഉയരാനുള്ള ഒരു സാധ്യതയുള്ളത്. പക്ഷേ ജാഗ്രത അത് പാലിച്ചാൽ മതി. ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് അധികൃതർ അറിയിക്കുന്നത്. കാരണം റൂൾ കർവ് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ ഷട്ടറുകൾ തുറക്കുന്നത്. ഇപ്പോൾ 111 അടിയാണ് ഇപ്പോൾ വെള്ളമുള്ളത്. അത് 110 ക്രമീകരിക്കുക എന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഡാം തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലേക്ക് ഏതെങ്കിലും ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതും അറിയിക്കുന്നുണ്ട്. അതേസമയം തന്നെ മുൻകരുതൽ നടപടികളുടെ പടികൾ പ്രധാനമായും കൽപ്പാത്തിപ്പുഴയുടെയും അതോടൊപ്പം തന്നെ ഭാരതപ്പുഴയുടെയും തീരത്ത് താമസിക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഡാം തുറക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ 2 മണിക്കൂറിനുള്ളിൽ കൽപ്പാത്തിപ്പുഴയിലും അതോടൊപ്പം തന്നെ വൈകിട്ടോടുകൂടി തന്നെ ഭാരതപ്പുഴയിലും വെള്ളം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പട്ടാമ്പി അതോടൊപ്പം തന്നെ തൃത്താല മേഖലകളിൽ വൈകിട്ടാണ് ഈ ഒരു ഡാം തുറന്നതിന് ശേഷം വെള്ളം ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. പക്ഷേ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. കൽപ്പാത്തിപ്പുഴയിലെ ഈ നദിയിലെ ജലനിരപ്പ് ഇപ്പോൾ ഏത് വിധാനത്തിലാണ്? നമുക്കറിയാം, മുമ്പ് പട്ടാമ്പിയിലൊക്കെ പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകി, വലിയ പ്രളയകാലത്താണ്. അതുപോലെ വലിയ തോതിൽ വെള്ളമുള്ള സാഹചര്യം ഇല്ലല്ലോ അല്ലേ? ഭാരതപ്പുഴയിൽ വെള്ളമുണ്ട്. പക്ഷേ എങ്കിലും അതൊരു ഭയപ്പെടേണ്ട അളവിലേക്ക് ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കാണുന്ന ഒരു ദൃശ്യമുണ്ട്. പട്ടാമ്പി പാലത്തിന് മുകളിലൂടെ ഭാരതപ്പുഴയിലെ വെള്ളം പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അത്തരത്തിലൊരു സാഹചര്യമൊന്നും ഇപ്പോഴില്ല. പക്ഷേ വെള്ളം ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഏതെങ്കിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും അധികാരികൾ അറിയിക്കുന്നതും. പക്ഷേ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ ഈ ഡാം തുറക്കുന്നതിൻ്റെ അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. അപ്പോൾ കുറച്ച് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് ഈ ഡാമിൻ്റെ പ്രദേശത്തേക്കായി എത്തിയിട്ടുണ്ട്. അവർ ഒരുപക്ഷെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഡാമിൻ്റെ 4 ഷട്ടറുകളും 5 സെൻറ്റിമീറ്റർ വീതം ഉയർത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവസാനഘട്ട പരിശോധനകൾക്ക് വേണ്ടിയാണ് അവർ ഷട്ടറിൻ്റെ മുകളിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, മലമ്പുഴ ഡാം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാമുകളിൽ ഒന്നാണ്. അപ്പോൾ സ്വാഭാവികമായി അത്ര വലിയൊരു ജലസംഭരണിയാണ്. അവിടെ സുരക്ഷയുടെ ഭാഗമായി കൂടുതൽ ഇനി മഴ ശക്തമാകുമ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഇത്.